നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പാലപ്പിള്ളി നടാംപാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നടാംപാടം ചെമ്പലംകാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. കയ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം തകധിമി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി നടാംപാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നടാംപാടം ചെമ്പലംകാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി പട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ജഡത്തിന് ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട്. ആനയുടെ ജഡത്തിന് ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട്. ആന ചരിഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂ എന്ന് വനപാലകർ അറിയിച്ചു. ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. വനാതിർത്തികളിലെ സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ മേഖലയിലെത്തുന്നത്. ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ആനയാകാം ഇതെന്നാണ് കരുതുന്നത്. മീഡിയ ടൈം, പുതുക്കാട്. കയ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ലൈബ്രറികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ നാട്ടിൽ മുൻധാരയിലേക്ക് എത്തിയിട്ടുള്ള പല പ്രമുഖരുടെയും ഉന്നമനത്തിനായി ലൈബ്രറികൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് തന്നെ സെസ് ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും പഞ്ചായത്തിന്റെ അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ലൈബ്രറികളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇന്ന് ലൈബ്രറികൾ സ്ഥാപിച്ച പ്രദേശങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ആ പ്രദേശങ്ങളിൽ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രദേശത്തെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രദേശത്തെ വനിതകൾ, നമ്മുടെ പ്രദേശത്തെ വയോജനങ്ങൾ, അതുപോലെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാറിയും തിരിഞ്ഞും നമ്മുടെ ഇത്തരത്തിലുള്ള ലൈബ്രറി പ്രസ്ഥാനത്തിലൂടെ അവരെല്ലാം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ET ടൈസൺ MLA അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ET ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ലൈബ്രറിയുടെ സ്ഥാപക പ്രവർത്തകരായ കാരയിൽ വിശ്വനാഥൻ, കോഴിപ്പറമ്പിൽ ഗോപി, തറയിൽ ദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാള ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം തകധിമി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി വെമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജയ ബിജു, നബീസത്ത് ജലീൽ, TP രവീന്ദ്രൻ, KV രഘു, ജോർജ് നെല്ലിശ്ശേരി, ജിയോ ജോർജ് കൊടിയൻ, സാബു പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് ചെയ്യുന്ന അംഗനവാടി ജീവനക്കാരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജ് NSS യൂണിറ്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് ഡയറക്ടർ വിൽസൺ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ തന്നെ ഒരു തമാശയുടെ കാര്യമായിട്ട് ഞാൻ രാജഗിരി കോളേജിൽ ചെന്നപ്പോൾ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യന്റെ കിഡ്നി മാറ്റി വയ്ക്കുകയാണ്. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ അവൻ പറഞ്ഞു, തൊട്ടപ്പുറത്ത് കിഡ്നി തന്നവൻ കിടക്കുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ കിഡ്നി ഇവർ കൊടുക്കാൻ കാരണം? അവൻ പറഞ്ഞത്, ഒരു 25 ലക്ഷത്തിന്റെ കടം വെച്ചാൽ ആ കടം വീട്ടിന് ഇനി സാധനം കിട്ടണം, എൻ്റെ കിഡ്നി നമ്മൾ കൊടുത്തു, ആ കടം വീട്ടിൽ. അപ്പൊ
ഇനി ഇവിടെ ഒരു കിഡ്നി തരാൻ അല്ലെങ്കിൽ 25 ലക്ഷം തലയെടുത്തിട്ടുള്ള മനുഷ്യരികളെ അപ്പോൾ കിഡ്നിനെ സംബന്ധിച്ച് ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ജിജോയ്ക്ക് ഞാൻ ഒരു കൊട്ടു കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കാര്യമില്ല. ഇത് എന്താണെന്ന് പ്രശ്നം അറിയുമോ? ജിജോ ഗബ്രിയേൽസ് തുടങ്ങിയ കോളേജ് അത് കുടൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ വിജി വിൽസൺ അധ്യക്ഷത വഹിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോർഡിനേറ്റർ ജിജോ ജോസ് ക്യാമ്പ് വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക MD ജീജ, വാർഡ് മെമ്പർ റിൻസി ഷൈജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിസ്മിത എന്നിവർ സംസാരിച്ചു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമിതി ഫുട്ബോളേഴ്സ് മേലടൂർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് SMC ചെയർമാൻ അനിൽ ജോൺ അധ്യക്ഷനായി. സമിതി സ്കൂൾ മൈതാനത്ത് നടന്ന ടൂർണമെന്റിൽ 17 വയസ്സിൽ താഴെയുള്ള സ്കൂൾ ടീമുകളും അക്കാദമി ടീമുകളും പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക TK സുജാത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫസ്റ്റ് ഗോൾ പാറക്കടവ് നേടിയിരിക്കുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് LDF വികസന സദസ്സ് സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പരിപാടി ഇവിടെ തന്നെയുണ്ട്, പുത്തഞ്ചിറ തന്നെ വാർഡ് തലത്തിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോകണം ആണ്. അടുത്ത് തന്നെ തൊട്ടപ്പുറത്ത് 10 മണിക്കാണ് മാളയിൽ പരിപാടി നടക്കുന്നത്. 10 മണി കഴിഞ്ഞ് 11 മണിയാവാറായി. അതുകൊണ്ട് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സാമ്പത്തിക രേഖകളൊക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം BJPക്ക് ഉണ്ട്, കോൺഗ്രസ്സിനുണ്ട്. BJPക്ക് ഉള്ളത് വർഗീയപരമാണ് എന്ന് മാത്രം, കോൺഗ്രസ്സിനുള്ളത് അത് മുതലാളിത്തമാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സമത്വപൂർണമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്. തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേന അംഗങ്ങളെയും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമിച്ച് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, LDF കൺവീനർ VN രാജേഷ്, സംഗീത അനീഷ്, സുജിത് ലാൽ, TN വേണു, VK റാഫി, UV വാസുദേവൻ, ശൈലജ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. പൊയ്യ പുളിപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ഇടവക ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ നവീൻ ഊക്കൻ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി നടാംപാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നടാംപാടം ചെമ്പലംകാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. കയ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം തകധിമി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.